ഹരിപ്പാട് ഉണ്ടായ ഒരു സംഭവം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവിടെ ഒരു വലിയ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് പുതിയതായിട്ട് വരുന്നു, ശ്രീവത്സം എന്ന പേരിൽ. അപ്പോൾ ആ ശ്രീവത്സംകാർ നോക്കിയപ്പോൾ അതിൻ്റെ മുൻപിലൊരു ഭാഗത്തായിട്ട് റോഡ് സൈഡിൽ ഒരു അര സെൻറ്റിൻ്റെ ഉടമ അശോകൻ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ ഒരു പെട്ടിക്കട ഇരിപ്പുണ്ട്. അത് ഇത്രയും വലിയ കട വരുമ്പം അതിൻ്റെ മുമ്പിൽ ഒരു ഭാഗത്ത് ഇതിങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഷോ പോകത്തില്ലേ? അപ്പോൾ ഇതങ്ങ് പൊളിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച് അവരൊരു ഗുണ്ട ഏർപ്പെടുത്തി കേട്ടോ. ഒരു എന്താന്ന് ചെറായി എന്നും പറഞ്ഞ് പേരുള്ള ഒരു തന്നെ ചെറായി ഷാജി. അതെ, അവൻ ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ, ഏതോ ഒരു ക്രിമിനലാണെന്ന് പറയപ്പെടുന്നു. ഏർപ്പെടുത്തി. അപ്പം ഏർപ്പെടുത്തി ഇത് രായ്ക്ക് രാമാനം ഇതങ്ങ് പൊളിച്ചെന്ന് പറഞ്ഞാൽ അത് മോശമായൊരു സ്ട്രക്ചറൊന്നും അല്ല, ബലമുള്ള ഒരു സ്ട്രക്ചറായിരുന്നു അത്. അതിൻ്റെ കമ്പികളെല്ലാം, അതായത് അതിനകത്ത് വാർത്തതിനകത്ത് കമ്പികളെല്ലാം തെളിഞ്ഞ് വെളിയിൽ കാണുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഇത് മറിച്ചിട്ടതോടൊപ്പം ഇത് പൊളിച്ചതോടൊപ്പം എന്താണെന്നറിയോ, റോഡിനരികിൽ മുനിസിപ്പാലിറ്റി സ്ഥാപിച്ചിരുന്ന റെയിൽസ് ഉണ്ടല്ലോ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 30,000 രൂപയുടെ നഷ്ടം റെയിൽസിനെ മാത്രം വരുത്തി. ഈ പാവപ്പെട്ടവൻ്റെ കഞ്ഞുകൂടി മുട്ടിച്ചു. ഈ വലിയ പണക്കാരനക്ക് മാത്രമേ ഇവിടെ ജീവിച്ചാൽ മതിയല്ലോ. ആ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നവനുണ്ടല്ലോ, അവനെ കാണിച്ചേക്കുന്ന ആ നെറുകേടൊന്ന് കാണണം. ഒരു പാവപ്പെട്ടവനെ മുമ്പിൽ ഇരിക്കുന്നു. ഇത് നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച തുറുപ്പൂലാൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ മമ്മൂട്ടിയുടെ അപ്പൻ ഒരു ചായക്കട നടത്തുന്നുണ്ട്. ആ ചായക്കടയെന്ന് പറഞ്ഞ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ മുന്നിലാണ് നടത്തുന്നത്. മുന്നിൽ ഒരു കോർണറിൽ ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആൾ അതിനകത്തോട്ട് കയറാൻ പോകുന്നത്. ആ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നവരൊക്കെ ഈ ചായക്കടയിൽ വന്ന് ചായ കുടിക്കും. ഇവിടുത്തെ ആഹാരങ്ങൾ, പുട്ട്, ഇഡ്ഡലി, ദോശ മുതലായ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കും. അപ്പം ഇത് കണ്ടപ്പോൾ ആ ഹോട്ടൽ നടത്തുന്ന ആൾക്ക് തോന്നി, അതിൻ്റെ ഒറിജിനൽ ഓണർക്കല്ല, ഹോട്ടലിൽ ഒരാളെ നടത്താൻ ഏൽപ്പിച്ചിട്ട് പോയതാണ്, അയാൾക്ക് തോന്നി ഇതങ്ങ് പൊളിക്കണമെന്ന്. അതിനുവേണ്ടി ഓവുന്ന പണി നോക്കി. ഇത് വിലയ്ക്ക് വാങ്ങിക്കാൻ നോക്കി, അയാൾ കൊടുക്കുകയല്ല, ഇത് പൊളിക്കാൻ പോയി. അവസാനം പൊളിക്കാൻ സംഭവം നടന്നില്ല എന്ന് പറഞ്ഞ് അത് തന്നെയാണ് ഇവിടെ നടന്നേക്കുന്നത്. അതേ സംഭവമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇതൊരു ഗുണ്ട ഏർപ്പെടുത്തിയിട്ട് അതിനകത്തും ഒരു ഗുണ്ട ഏർപ്പെടുത്തി. നമ്മുടെ ഭീമൻ രഘുവാണ് ഗുണ്ട അതിനകത്ത് വന്നത്. അതേപോലെ ഭീമൻ രഘുവായിട്ട് ഇവിടെ ചെറായി ഷാജി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനെ വിളിച്ചുകൊണ്ട് വന്നു. ഇത് പൊളിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞ് എന്താണെന്നറിയോ, സർക്കാരിന് നഷ്ടം ഉണ്ടാക്കിയതിന് ഒരു കേസുണ്ട്, PDPP ആക്ട് എന്ന് പറയും. അതിൽ ഒഫൻസ് എന്ന് പറയുന്നത് നോൺ ബെയിലബിൾ ആണ്, കോമ്പൗണ്ടബിൾ അല്ല, അത് ഒത്തുതീർക്കാൻ ഒക്കുന്ന കേസല്ല. അവസാനം ജനരോക്ഷം ഉയർന്നു. എല്ലാവരും പാർട്ടി ഭേദമന്യേ ഈ അശോകൻ്റെ ഈ കട ഇടിച്ചു പൊളിച്ച് അയാളുടെ ജീവിതമാർഗ്ഗം ഇല്ലാതാക്കിയതിനെതിരെ പ്രതികരിച്ചു. ആ പ്രതികരണം രൂക്ഷമാവുന്നത് കണ്ടപ്പോൾ ഉടമ താനെ താഴോട്ട് വന്നു, പോലീസ് കേസും വന്നു. അത് വന്നപ്പോൾ ഇയാൾക്ക് താഴോട്ട് വന്നോട്ട് പറഞ്ഞു ഇതങ്ങ് വെച്ചു പണിഞ്ഞു കൊടുക്കാം, അയാൾക്ക് അവിടെ കട പണിഞ്ഞു കൊടുക്കാം. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ പുതിയതായിട്ടൊന്ന് പണിഞ്ഞ് അവരുടെ സ്റ്റൈലിന് ഒക്കുന്ന വിധത്തിൽ പണിഞ്ഞു കൊടുത്തോട്ട് ഒരു കുഴപ്പമില്ല, ഇയാൾക്ക് ജീവിച്ചാൽ മതിയല്ലോ. അതുവരെ അവിടെ താൽക്കാലിക ഷെഡും വെച്ചു കൊടുക്കാം എന്നായി. അപ്പോൾ അങ്ങനെ സമ്മതിച്ചു, അയാളുടെ കാര്യം തീർന്നു, അയാൾ സമാധാനമായി. അപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഇത് പോലീസിൻ്റെ നടപടി ഇതെല്ലാം കഴിഞ്ഞിട്ട് സംഭവിച്ചെന്തെന്നറിയോ, ഇന്നലെ ഈ ചെറായി ഷാജി എന്ന് പറയുന്നവനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഈ 2 കേസുകളിലാണ്. ഈ കട പൊളിച്ചതിൻ്റെ അത് ബെയിലബിൾ ആവാനേ സാധ്യതയുള്ളൂ. ആ ഒഫൻസ് ഇട്ടേക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടില്ല. പക്ഷേ PDPP ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് എന്ന് പറയുന്നത് അത് ജാമ്യം പോലും കിട്ടാത്ത ഒഫൻസാണ്. കോടതിക്ക് അതിന് ജാമ്യം കൊടുക്കാൻ ഒക്കുള്ളൂ, പോലീസിന് ജാമ്യം ഒന്നും കൊടുക്കാൻ ഒക്കത്തില്ല. അങ്ങനെ അതിൽ അറസ്റ്റ് ചെയ്തപ്പെട്ട ഒരു പ്രതി ഉണ്ടല്ലോ, ഈ പറയുന്നവനെ, ഇവനെ അങ്ങ് തുറന്നു വിട്ടു. ഇന്നലെ അവനെ വീട്ടിൽ പറഞ്ഞയച്ചു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഇതെങ്ങനെ വിട്ടു എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ എന്താണെന്നറിയോ, ഈ സംഭവം ഒത്തീർപ്പായെന്ന് പറഞ്ഞാൽ അതായത് അശോകൻ്റെ കട വെച്ചു കൊടുക്കാം എന്നുള്ളത് ഈ ശ്രീവത്സത്തിൻ്റെ ഓണർ സമ്മതിക്കുന്നു. അങ്ങനെ അശോകനും അവരുമായിട്ട് ഇത് ഒത്തീർപ്പായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവനെ പറഞ്ഞയച്ചതെന്നാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മൊഴി. എന്ത് ബോധമില്ലായ്മയാണ് അവന്മാരൊക്കെ കാണിക്കുന്നതെന്നറിയാമോ? ഇത് ശ്രീ രമേശ് ചെന്നിത്തല ശ്രദ്ധിക്കണം. ഇങ്ങനൊരു കേസിനകത്ത് ജാമ്യം കൊടുക്കാൻ ഒക്കാത്ത ഒരു കേസിനകത്ത് ഇത് കോംപ്രമൈസ് ചെയ്യാൻ നോൺ കോമ്പൗണ്ടബിളാണ്, കോമ്പൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സർക്കാരിൻ്റെ നഷ്ടം ഉണ്ടാക്കിയതാണ്. ആ നഷ്ടം കെട്ടിവെച്ചാലും ഒഫൻസ് ഇല്ലാതാവത്തില്ല.
അങ്ങനെയുള്ളപ്പോഴാണ് അവന് ജാമ്യത്തിൽ വിടുന്നത്. എവിടെ? പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഇത് ഞാൻ പറഞ്ഞില്ലേ, തലയിൽ ഇവൻ്റെയൊക്കെ തലയിൽ എന്തെങ്കിലും ഓളമുണ്ടോ ഈ പോലീസുകാരുടെ? ഇത് ചെയ്യാൻ പറ്റുമോ? കോടതി പോയി അത് വാങ്ങിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് മനസ്സിലാവും ജാമ്യം. ഇതിന് പകരം സ്റ്റേഷൻ ജാമ്യത്തിൽ അവനെ വിട്ടു. വലിയ ഗുരുതരമായ പിഴവാണ് സംഭവിച്ചേക്കുന്നത് അവിടെ. ഇപ്പം അതിന് പറയുന്നത് എന്താണെന്നറിയോ? ഇവനെ ജാമ്യത്തിൽ വിടാൻ കാരണം ശ്രീ ജി സുധാകരൻ്റെ ഇടപെടലാണെന്നാണ്. ശ്രീ ജി സുധാകരൻ്റെ മണ്ഡലമല്ലിത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് അമ്പലപ്പുഴയാണ്. പിന്നെ അദ്ദേഹവും ഇവനുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നു. എത്രയോ ആളുകൾ ഒന്നിച്ച് വന്നിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. ഒരു കാരണവശാലും ശ്രീ ജി സുധാകരൻ ഇങ്ങനെ ഒരു പാവപ്പെട്ടവൻ്റെ കട പൊളിക്കുന്നതിനൊന്നും കൂട്ടുനിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ അറിവിൽ അദ്ദേഹം അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. അദ്ദേഹം ചെയ്തും കാണത്തില്ല. ഇതറിഞ്ഞാൽ അദ്ദേഹം അവനെ സപ്പോർട്ട് ചെയ്യത്തുമില്ല. അത് ഉറപ്പാണ്. അത് ഈ ചിലപ്പോൾ ഈ ഷാജിയുമായിട്ടൊക്കെ അടുപ്പം കാണാം. രാഷ്ട്രീയക്കാർക്കൊക്കെ ഇങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പേരുമായിട്ടൊക്കെ അടുപ്പമുണ്ട്. ഇല്ല ഇരിക്കത്തില്ല. അങ്ങനെ അടുപ്പമൊക്കെ ആവും. പക്ഷേ ആ അടുപ്പം ഉള്ളത് കൊണ്ട് അദ്ദേഹമാണിത് പൊളിപ്പിച്ചത്, ഇത് എന്നോ അല്ലെങ്കിൽ അവനെ ജാമ്യത്തെ പിടിപ്പിച്ചതോ എന്നോ പറയുന്നത് ഒരു കാരണവശാലും ശരിയാവുന്ന ഒരു കാര്യമല്ല. അത് ശരിയല്ല താനും. ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് ഈ അശോകൻ്റെ വീട് രാവിലെ അവിടെ സന്ദർശിച്ചിരുന്നു. വളരെ പാവപ്പെട്ട നിലയിൽ താമസിക്കുന്ന ആളാണ്. ആ വീട്ടിൽ കയറിപ്പാൻ പോലും വലിയ തൊഴുമ്പിനകത്തൂടെ വേണം കയറാൻ, ആ രീതിയിലുള്ളതാണ്. അദ്ദേഹം അവിടെ പോയി അയാളുമായിട്ട് സംസാരിച്ചു. അയാൾക്ക് പരാതിയൊന്നുമില്ല. കാരണം അയാൾ പറയുന്നത് എൻ്റെ കാര്യം ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കൊള്ളും. ഒരു പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിക്കാൻ പള്ളക്കടിക്കാൻ ഈ പണക്കാരൻ മുമ്പോട്ട് വരുന്നത്. പണക്കാരൻ്റെ രാജ്യമാണോ ഇത്? അല്ലല്ലോ. എല്ലാവൻ്റെ രാജ്യമല്ലേ ഇവിടെ. ഇവിടെ പണക്കാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ആ കാഴ്ചപ്പാടങ്ങ് മാറണം. യവൻ്റെയൊക്കെ ഈ ടെക്സ്റ്റൈൽസിൽ ആര് പോവും ഈ കണക്കിന്? ഇത് ജനങ്ങൾ വിചാരിച്ചാൽ നിൻ്റെ കടയിൽ കയറുന്നില്ല എന്ന് ജനങ്ങളങ്ങ് വിചാരിച്ചാൽ അവിടെ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. കാരണം ഇതേപോലെ ഒരു പാവപ്പെട്ടവൻ്റെ പള്ളക്കടിച്ച് അവനെ കഴിഞ്ഞിട്ട് യവൻ വലിയ മാളിക കെട്ടിപ്പൊക്കിയിട്ട് അതിനകത്തിരിക്കുന്ന തുണികളിലെല്ലാം ഈ അഴുക്ക് പതിഞ്ഞിട്ടില്ലേ? അതുകൊണ്ടേ ആലോചിക്കാൻ. അപ്പോൾ അതവൻ ചിന്തിക്കണം. ജനങ്ങൾ വിചാരിച്ചാൽ നിൻ്റെ ബിസിനസ് പൊളിക്കാവുന്നേ ഉള്ളൂ. നിൻ്റെ ഈ സ്ഥാപനം ഉണ്ടല്ലോ, അനങ്ങാതെ അവിടെ ഇരിക്കും. നോക്കുത്തിയായിട്ട് ആ കെട്ടിടം അവിടെ ഇരിക്കും. നിനക്ക് ഭംഗിയല്ലേ വേണ്ടത്? ഈ പാവപ്പെട്ടവനെ അവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് എൻ്റെ പള്ളക്കടിച്ച് അവനെ കഞ്ഞുകൂടി മുട്ടിച്ചിട്ട് വേണോ നിനക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നിൻ്റെ കടയുടെ? ചിന്തിക്കണം ഈ വൃത്തികെട്ടവന്മാർ. ഈ കാഴ്ചപ്പാടുള്ളവന്മാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണിത്. ഈ ജീർണതയുണ്ടല്ലോ മനുഷ്യൻ്റെ മനസ്സിലെ, അതങ്ങ് മാറ്റണം. ആ പാവപ്പെട്ടവന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ അവൻ ആദ്യം പറയാമായിരുന്നല്ലോ, നിങ്ങളുടെ ഈ കട കുറച്ച് വൃത്തികേടായിട്ടൊക്കെ ഇരിക്കുകയാണ്, ഞാനിതങ്ങ് പുതുക്കി പണിഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഇത് അങ്ങ് റെഡിയാക്കി കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലല്ലോ. എവൻ മുടി പിടിപ്പിച്ചോട്ടെ അവൻ്റെ കടയ്ക്ക് മുടി ഉണ്ടാക്കാനായിട്ട്. അതിന് പകരം രാഖി രാമൻ ഒരു ഗുണ്ടയെ കൊണ്ടുവന്നത് പൊളിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? ശരിയായ നടപടി വേണം ഇതിൽ. പിന്നെ പോലീസുകാർക്കെതിരെ, ഇവനെ ജാമ്യത്തിൽ വിട്ട പോലീസുകാർക്കെതിരെ നടപടി വേണം. അതാണ് വേണ്ടത്. ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് നമ്മുടെ രാജ്യത്തുണ്ടാകും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കേണ്ട. ശ്രീ ജി സുധാകരനെ അതിന് പഴിച്ചിട്ട് കാര്യമില്ല. രമേശ് ചെന്നിത്തല കാര്യമായിട്ട് ഇത് ഇടപെട്ടതാണ്. അദ്ദേഹത്തിനെതിരെ ഒന്നും ഈ അശോകന് പരാതിയൊന്നുമില്ല. ഏതായാലും അയാൾക്ക് നല്ലത് സംഭവിക്കും എന്ന് നമുക്ക് കരുതാം.